ഒരു കാലത്ത് മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച, അവരെ വളർത്താൻ കുറേ കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ് ഓരോ മാതാപിതാക്കളും. പിന്നീട് വാർദ്ധക്യമാകുമ്പോൾ മക്കൾ സംരക്ഷിക്കുമെന്നാണ് പലരുടെയും പ്രതീക്ഷ. എന്നാൽ പല കുടുംബങ്ങളിലും ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വന്തം അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തുകയും തെരുവിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ. ഇടുക്കി തൊടുപുഴയിൽ മദ്യപിക്കാൻ പണം നൽകാത്തതിനെ തുടർന്നാണ് മകൻ അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. വീട്ടിൽ മകനെ കാണാനെത്തിയ അമ്മ റേച്ചലിനോട് അയാൾ വഴക്കുണ്ടാക്കുകയും തുടർന്ന് ക്രൂരമായി കൊലപ്പെടുത്തുകയുമായിരുന്നു. ലിജോ മദ്യലഹരിയിലാണെന്ന നാട്ടുകാരുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് റേച്ചൽ വീട്ടിലേക്ക് പോയത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് തൊടുപുഴ ഇടവെട്ടിക്ക് സമീപം മയിലാടുംപാറയിൽ ക്രൂരമായ കൊലപാതകം നടന്നത്. ലഹരിക്കടിമയായ ലിജോ ജോസഫ് അമ്മ റേച്ചൽ ജോസഫിനെ മരക്കഷ്ണം കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയായിരുന്നു. പോലീസ് അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. കൊച്ചിയിൽ ഹോം നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന റേച്ചൽ മകനെ കാണുവാൻ വേണ്ടിയാണ് നാട്ടിലെത്തിയത്. വീട്ടിൽ ലിജോ മദ്യലഹരിയിലാണെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇത് അവഗണിച്ചാണ് ഇവർ വീട്ടിലേക്ക് എത്തിയത്. സംഭവം നടന്ന് ഏതാണ്ട് 30 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് പ്രതിയെ പിടിക്കുവാൻ സാധിച്ചു. പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ബാക്കി അന്വേഷണങ്ങൾക്ക് ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്തു. ഞാൻ അയാളോട് സംസാരിച്ചു. അയാൾക്കും കുറച്ച് ഞാനയാളുടെ ലഹരിയുടെ കാര്യം പറയുന്നുണ്ട്, പക്ഷേ അയാൾ മയക്കുമരുന്നിൻ്റെ കാര്യം പറഞ്ഞില്ല. അയാൾ മദ്യപാനിയാണ് എന്നാണ് സംസാരത്തിൽ. ഒരു ചെറിയ അല്പം മദ്യം ഉപയോഗിക്കുന്ന ആളാണെന്ന് വളരെ കൂളായിട്ടാണ് അയാൾ എപ്പോഴും സെല്ലിലുള്ളത്. ലിജോ മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ടെങ്കിലും മാതാവ് നൽകിയില്ല. ഇതിന്റെ ദേഷ്യത്തിലാണ് മരക്കഷ്ണം കൊണ്ട് തലക്കടിച്ചത്. താൻ അമ്മയെ കൊലപ്പെടുത്തിയെന്ന് ബോധ്യമാകുന്നതിന് മുൻപേ ലിജോ വീട് വിട്ടിറങ്ങി. തൊടുപുഴ ടൗണിൽ ആക്രി പെറുക്കുന്നതിനിടയിലാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. സംഭവത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.